സ്വാർത്ഥ വിചാരം, അതായത് വളരെ യൗവനയുക്തിയായ ഒരു പെൺകുട്ടിയെ, ബ്രാഹ്മണ പെൺകുട്ടിയെ ഒരു പടുകളവനായ ബ്രാഹ്മണന് കെട്ടിച്ചു കൊടുത്ത് ആ കുട്ടി പല ആളുകളുമായി ബന്ധപ്പെട്ടു. അങ്ങനെയാണ് ഈ കുട്ടിയെ നാട്ടുകാരെല്ലാം കൂടി ഒരു കമ്മിറ്റി രൂപീകരിച്ച് വിചാരണ നടത്താൻ തീരുമാനിച്ചത്. അവളെ നിർത്തിപ്പൊരിച്ചു. കുറിയടത്ത് ധാത്രിക്കുട്ടിയെ നിർത്തിപ്പൊരിച്ചു ഈ കമ്മിറ്റിക്കാർ. ജഡ്ജി ഉണ്ടല്ലോ വിധി പറയാൻ. അവസാനം അവൾ തിരിച്ചു വിചാരണ ആരംഭിച്ചപ്പോൾ ഈ കമ്മിറ്റി മെമ്പർമാരുടെ ഓരോരുത്തരുടെയും ചാരിത്രവും അവൾ വിളിച്ചു പറഞ്ഞു. അവസാനം ആ സ്മാർത്ഥ വിചാരത്തിൻ്റെ അവസാനം അവൾ കയ്യിലെ വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു, ഈ മോതിരം എനിക്ക് ആര് തന്നാന്നറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ ജഡ്ജി പറഞ്ഞു, ഈ യോഗം പിരിച്ചു വിട്ടിരിക്കുന്നു. കാരണം ഈ ജഡ്ജി കൊടുത്ത മോതിരമാണ്. അപ്പോൾ കുറിയടത്ത് ധാത്രിക്കുട്ടിയുടെ സ്മാർത്ഥ വിചാരം പോലെയാണ് ഇപ്പോൾ ഇയാളെ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ വാസവദത്തയുടെ വ്യഭിചാരത്തെക്കുറിച്ച് യേശുവിനോട് പരാതി പറയാൻ പറഞ്ഞു. ഇവിടെ ഇത് ചെയ്യാൻ പറഞ്ഞപ്പോൾ യേശുക്രിസ്തു എന്താ പറഞ്ഞത്? നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. കല്ലുകൾ മൊത്തം താഴെ വീണു. പാപം ചെയ്യാത്തവരായിട്ട് ആരുമില്ല. അതുകൊണ്ട് പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. ധാത്രിക്കുട്ടിയുടെ സ്മാർത്ഥ വിചാരമാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ ഇവിടെ നിയമവാഴ്ചയുള്ളൊരു സംസ്ഥാനമാണ്. നിയമവാഴ്ചയുള്ള സംസ്ഥാനത്ത് ഇപ്പോൾ അവർ പറഞ്ഞല്ലോ, ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിച്ചോ, തെളിവുകൾ കണ്ടെത്തി. അതാണ് അതിൻ്റെ ശരിയായ മാർഗം. അന്വേഷിക്കട്ടെ, തെളിവുകൾ കണ്ടെത്തിയെങ്കിൽ തെളിവുകൾ ഹാജരാക്കട്ടെ, അയാളുടെ പേര് കേസെടുക്കട്ടെ. കുറ്റം ചെയ്ത ആരും രക്ഷപ്പെടണമെന്നുള്ള അഭിപ്രായം എനിക്കില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തവർ അതിനുള്ള ശിക്ഷ അനുഭവിക്കണം. അതിന് ഈ രാജ്യം നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്, നിയമവ്യവസ്ഥയുണ്ട്. കേരളം ഭരിക്കുന്നത് ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും ഒരു ഔദാര്യം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒന്നും കിട്ടില്ല. അപ്പോൾ അവരെ അന്വേഷിക്കട്ടെ, അവർ തെളിവുകൾ ശേഖരിക്കട്ടെ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർ കേസ് ഫയൽ ചെയ്ത് വിചാരണ ട്രയൽ നേരിടട്ടെ. അയാൾ കുറ്റക്കാരനാണെങ്കിൽ അയാൾ ശിക്ഷ അനുഭവിക്കണം. അല്ലാതെ കുറ്റക്കാരനാണെങ്കിൽ അയാളെ വെറുതെ വിടണമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണം. അതിന് യാതൊരു തർക്കവും എനിക്കില്ല. പക്ഷേ ഇപ്പോൾ നടക്കുന്ന മൊത്തം സ്മാർത്ഥ വിചാരമാണ്. ആ സ്മാർത്ഥ വിചാരത്തിൽ രാഹുലിനെ വിചാരണ നടത്തുന്ന എല്ലാവരും ഈ ഒരു തരത്തിലേക്ക് മറ്റൊരു തരത്തിൽ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളാണ്. മാത്രമല്ല, അതാണ് യേശുക്രിസ്തു പറഞ്ഞ ബൈബിളിൽ, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞാൽ സകല കല്ലും താഴെ വീണു. ഈ വിചാരണ നടത്തുന്ന ആരാണ് പാപം ചെയ്യാത്തവർ? അതുകൊണ്ട് അതതിൻ്റെ വഴിക്ക്, നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. അതിനകത്തെങ്കിലും ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായമില്ല. അയാൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പ്രൂവ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിന് ശിക്ഷ അയാൾക്ക് അനുഭവിക്കണം. അതിന് അയാൾക്ക് കിട്ടണമെന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. നമ്മളാരും വഴിവിട്ട് അയാളെ സപ്പോർട്ട് ചെയ്യാനൊന്നും ഉണ്ടാവില്ല.